കോഴിക്കോട് കൊയിലാണ്ടിയിൽ വാഹനാപകടത്തിൽ 3 MBBS വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങിയിരിക്കുകയാണ് പോലീസ്. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായെന്നാണ് പ്രാഥമിക വിവരം. സ്കൂട്ടറിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചെന്ന സംശയമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. വാഹനത്തിന്റെ പിറകുവശം തകർന്നതാണ് നാട്ടുകാരുടെ സംശയത്തിന് കാരണം. സ്കൂട്ടർ പോസ്റ്റിലിടിച്ചാണ് അപകടം ഉണ്ടായതെങ്കിൽ പിൻഭാഗം തകരുമോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. വാഹനത്തിന്റെ പിറകിലുള്ള പരിക്ക് ഏതെങ്കിലും വാഹനം വന്ന് ഇടിച്ചുണ്ടായതാണോ എന്നതാണ് സംശയം. സമീപത്തുള്ള CCTV പരിശോധിച്ചെങ്കിലും അപകടത്തിന്റെ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം സ്കൂട്ടറിൽ മറ്റൊരു വാഹനം ഇടിച്ചതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചെങ്കിലും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. മൂവരും സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിലിടിച്ച് ഓവുചാൽ പതിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഒരു ഓട്ടോ ഡ്രൈവറാണ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന വിദ്യാർത്ഥികളെ ആദ്യം കണ്ടത്. പിന്നാലെ നാട്ടുകാരെയും പോലീസിനെയും വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സ്കൂട്ടറിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചതായി നാട്ടുകാർക്ക് സംശയമുണ്ട്. നാട്ടുകാരുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും സംശയകരമായ മറ്റൊരു വാഹനവും കണ്ടെത്തിയിട്ടില്ലെന്നാണ് വിവരം. വിദ്യാർത്ഥികളുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കുറുവങ്ങാടാണ് അപകടമുണ്ടായത്. നന്ദകിഷോർ, അഭിയാൻ, അഭിനവ് എന്നിവരാണ് മരിച്ചത്.